രാജ്യത്തിന്റെ പങ്കനുഭവിക്കും. നീ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. ഈ ശകുനി അമ്മാവൻ മാത്രമല്ല, സഹോദരന്മാരെല്ലാം നിന്നോട് കൂറുള്ളവരും വിധേയരുമാണ്. വീരനായ ദ്രോണർ പുത്രൻ അശ്വത്ഥാമാണ്. മഹാരഥൻ കൃപർ സ്വതന്ത്രൻ കർണൻ. ഇവരെയൊക്കെ സഹായം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഭൂമണ്ഡലമാകെ ജയിക്കാവുന്നതാണ്. അമ്മാവ, രാജ്യം മുഴുവനായും എനിക്ക് കൈപ്പിടിയിൽ ഒതുക്കിയെത്തി. അതിന് ഏതു കുടിലതന്ത്രം പ്രയോഗിക്കാനും എനിക്ക് മടിയില്ല. കുടിലതന്ത്രങ്ങളുടെ രാജാവായില്ലേ ശകുനി അറിയപ്പെടുന്നത്? അങ്ങയുടെ തന്ത്രങ്ങൾ മുഴുവനായും പുറത്തെടുക്കില്ലേ? ശരി തന്നെ. എന്നാൽ ദുര്യോധന, ശ്രീകൃഷ്ണ ഭഗവാൻ, അർജുനൻ, ഭീമസേനൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവരെ യുദ്ധത്തിൽ ജയിക്കുവാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. എങ്കിലും യുധിഷ്ഠിരനെ ജയിക്കാനുള്ള വഴി ഈ ഞാൻ പറഞ്ഞു തരാം. ചൂതുകളിൽ വലിയ ഭ്രമമുണ്ട് അയാൾക്ക്, പക്ഷേ കളിക്കാൻ അറിയില്ല. കളിയുടെ സകല കുടില തന്ത്രങ്ങളും പയറ്റി തെളിഞ്ഞ ഈ ശകുനി അമ്മാവനുള്ളപ്പോൾ പിന്നെ നീ ഭയക്കുന്നതെന്തിന്? ചൂതുകളിൽ എന്നെ തോൽപ്പിക്കാൻ ത്രിലോകങ്ങളിലും ആരുമില്ല. ദുര്യോധന, നീ അയാളെ ചൂത് കളിക്കാൻ വിളിക്ക്. പകിട 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 12. മഹാരാജൻ ദുര്യോധനന്റെ മുഖമാകെ മാറിയിരിക്കുന്നു. അവൻ നാൾതോറും ശോഷിച്ചു വരുന്നു. ശത്രുക്കൾ നിമിത്തം അവനുണ്ടായിട്ടുള്ള മനോവ്യഥ അങ്ങ് അന്വേഷിച്ചറിയേണ്ടതല്ലേ? മകനെ ദുര്യോധന, വന്ദനം പിതാശ്രീ. മകനെ, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നെന്ന് ശകുനി പറഞ്ഞു. നിനക്ക് ദുഃഖമുണ്ടാകാൻ തക്ക കാരണമുള്ളതായി എനിക്കറിയില്ല. പാണ്ഡവ സഹോദരാരും നിനക്ക് അനിഷ്ടം വരുത്തുന്നവരുമല്ല. പിന്നെന്തേ നിന്റെ ദുഃഖത്തിന് ഹേതു? ഞാൻ വീരുക്കളെ പോലെ തിന്നും കുടിച്ചും നല്ല വസ്ത്രങ്ങൾ ധരിച്ചും സമയം കഴിച്ചാൽ മതിയെന്നോ? യുധിഷ്ഠിരന്റെ രാജ്യവും പ്രതാപൈശ്വര്യങ്ങളും കണ്ട് ഞാൻ നീർകേറി കഴിയണമെന്നോ? ദുര്യോധന, ആ രാജ്യലക്ഷ്മിയുടെ പ്രതാപൈശ്വര്യങ്ങൾ നേടാനുള്ള ഉപായം ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? കള്ളച്ചോതിൽ ഞാൻ അവനെ ജയിച്ച സമ്പത്ത് മുഴുവൻ നിനക്ക് നേടിത്തരാം. ചൂതിൽ നിപുണനായ അമ്മാവൻ ചൂതിലൂടെ പാണ്ഡവരുടെ രാജകീയ വൈഭവങ്ങൾ നേടിത്തരാമെന്ന് പറയുന്നു. വിതുരനെ, നിങ്ങൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി യുധിഷ്ഠിരനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരണം. നാം ഇവിടെ രത്നമയമായ ഒരു സഭാമണ്ഡപം പണികഴിപ്പിച്ചതായും അത് കാണാനും സുഹൃത്തുക്കളോടൊപ്പം ചൂത് കളിക്കാനുമായി സഹോദരങ്ങളോടുകൂടി വന്നു ചേരണമെന്ന് കൽപ്പിക്കുന്നതായും അറിയിക്കൂ. രാജൻ, ഈ ചൂതുകളിക്കുള്ള സംരംഭം നാം അശുഭസൂചകമായി കാണുന്നു. ഇതിന്റെ പേരിൽ അങ്ങയുടെ പുത്രന്മാർ പരസ്പരം കലഹിക്കാൻ ഇടവരില്ലേ? വിതുര, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ഇവർ തമ്മിൽ കലഹമുണ്ടാകില്ല. ഇവിടെ
ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, നിങ്ങളും ഞാനുമുണ്ട്. നമ്മുടെ മുന്നിൽ വെച്ച് അന്യായമൊന്നും നടക്കില്ല. ഹേ ദ്രൗപദി, ചൂതിൽ തോറ്റ പാണ്ഡവർ അവസാനം നിന്നെയും പണയം വെച്ചിരിക്കുന്നു. ജ്യേഷ്ഠ, അങ്ങെന്താണ് ഈ പണയം വെച്ചത്? പാഞ്ചാലി പണയ വസ്തുവോ? ഇതെനിക്ക് സഹിക്കാനാവുന്നതിന്റെയും അപ്പുറമാണ്. വാക്ക് പാലിക്കേണ്ടത് ക്ഷത്രിയ ധർമ്മമാണെന്നറിയില്ലേ? പാഞ്ചാലിയുടെ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ്. 5 പേർക്ക് ഭാര്യയായി വഴങ്ങുന്നവൾക്കെന്ത് കുലീനത! ഇവളിപ്പോൾ കൗരവരുടെ അടിമയാണ്. വസ്ത്രം ഊരിക്കളഞ്ഞ് എന്റെ ഇടത് തുടയിലെടുത്ത് ഈ കൂടിയവരെല്ലാം കേൾക്കെ ഞാനിതാ ശപഥം ചെയ്യുന്നു. ഇവനെ കൊന്ന് മാറുപിളർന്ന് ചുടുചോര കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഭീമസേനല്ല. എനിക്ക് പിതാമഹന്മാർ നേടിയ ലോകപുണ്യവും വേണ്ട. ദ്രൗപദിയുടെ ഈ അഴിച്ചിട്ട മുടിയകൾ ഒരിക്കൽ ദുശ്ശാസനന്റെ ചുടുചോര കൊണ്ട് ഞാൻ അലങ്കൃതമാക്കും. കൃഷ്ണ, ഗോവിന്ദ.
സിംഗ്, സച്ചിദാനന്ദ, ഗോപീജന വല്ലഭ, സർവശക്ത, സർവാന്തര സ്ഥിത, അങ്ങീതൊന്നും അറിയുന്നില്ലേ? രാമനാഥ, സർവദുഃഖഹര, ജനാർദ്ദന, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. कृष्ण कृष्ण हरे राधा रमणा गिरिधर मुरली गोपाल. कृष्ण कृष्ण हरे राधा रमणा गिरिधर मुरली गोपाल. मुकुंद माधव नंद कुमार नर्तन सुंदर गोपाल. मुकुंद माधव नंद कुमार नर्तन सुंदर गोपाल. कृष्ण कृष्ण हरे राधा रमणा गिरिधर मुरली गोपाल. कृष्ण कृष्ण हरे राधा रमणा गिरिधर मुरली गोपाल. मुकुंद माधव नंद कुमार नर्तन सुंदर गोपाल. मुकुंद माधव नंद कुमार नर्तन सुंदर गोपाल. कृष्ण कृष्ण हरे राधा रमणा गिरिधर मुरली गोपाल. मुकुंद माधव नंद कुमार नर्तन सुंदर गोपाल. नयन मनोहर नर हरि रूपा मधुसूदन श्री 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 गोपाल. नटन मनोहर नवनीत शूर नारायण हरि गोपाल. नटन मनोहर नवनीत शूर नारायण हरि गोपाल. नयन मनोहर नर हरि रूपा मधुसूदन श्री गोपाल. नटन मनोहर नवनीत शूर नारायण हरि गोपाल.
അറിയിച്ച ഒരുത്തനാണ് അവർക്ക് കാവൽ. നീ പോയി അവരെ കൊന്നത് കൊണ്ടുവാ. മനുഷ്യരിറച്ചി കഴിച്ചിട്ട് ഒരുപാട് നാളായി. സഹോദര, തീർച്ചയായും വേഷം മാറി മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ ഞാൻ അവിടെ ചെല്ലാം. ഹിഡുംബൻ എന്ന രാക്ഷസന്റെ സഹോദരി ഹിഡുംബിയാണെന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എന്നാൽ നിങ്ങളെ കണ്ട മാത്രമേ ഞാൻ നിങ്ങളിൽ അനുരക്തിയായിരിക്കുന്നു. നിങ്ങളെ അല്ലാതെ ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കില്ല. രാക്ഷസി, ഞാൻ ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. എന്റെ അമ്മയെയും സഹോദരങ്ങളെയും ഹിഡുംബന് ഭക്ഷണമായി കൊടുത്ത് ഞാൻ നിന്നെ പരിണയിച്ച് ആനന്ദിച്ച് ജീവിക്കുന്നത് ശരിയല്ല. വേഗം തിരിച്ചു പോകൂ. ഞാൻ അമ്മയുടെ ബലവാനായ ഈ പുത്രനെ അനുരക്തിയായിരിക്കുന്നു. ഇയാളെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ശപഥവും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹം നടത്തി കൂടെ കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം എൻ്റെ ശബ്ദം മുടങ്ങിയാൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രാണത്യാഗം ചെയ്യുന്നതായിരിക്കും. ഭീമസേന, നീ ഇവളെ വിവാഹം ചെയ്യുക തന്നെ വേണം. നിത്യവും പകൽ സമയം നിങ്ങൾക്ക് ഒരുമിച്ച് കഴിയും. സന്ധ്യയാവുമ്പോൾ ഇവൾ നിന്നെ തിരികെ എത്തിക്കും. എങ്കിൽ എനിക്കൊരു പ്രതിജ്ഞയുണ്ട്. ഒരു പുത്രൻ ഉണ്ടാകുന്നതുവരെ മാത്രമേ ഞാൻ നിന്നോടൊപ്പം താമസിക്കുകയുള്ളൂ. താമസിയാതെ ഹിഡുംബി ഒരാൺകുഞ്ഞിനെ ജന്മമെടുക്കുന്നു. ജനനമാത്രയിൽ തന്നെ അവൻ ഭീകര രാക്ഷസനായി രൂപം കൊണ്ടു. തലയിൽ രോമമില്ലാതെ ജനിച്ചതിനാൽ നീ ഗഡോൽഖജനെന്നറിയപ്പെടും. ഞാൻ രാവണനെയും ഇന്ദ്രജിത്തിനെയും പോലെ മഹാകായനും പരാക്രമിയുമാണ്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ സ്മരിക്കുക. ഞാൻ ഉടനെ വന്നെത്തും. ഹിഡുംബി, എനിക്ക് നിന്നെ പിരിയാൻ സമയമായിരിക്കുന്നു. ഞാൻ ധർമ്മത്തെയോ ഈശ്വരനെയോ നിന്ദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അങ്ങയോട് നേരിട്ട് പറയണമെന്നുണ്ട്. ദ്രൗപദിക്ക് എന്നോട് എന്തും തുറന്നു പറയാനുള്ള അവകാശമുണ്ടല്ലോ. പറഞ്ഞാലും. രാജ്യമുപേക്ഷിച്ച് വനവാസത്തിനിറങ്ങി തിരിച്ചിട്ട് വർഷങ്ങളായില്ലേ? രാജ്യം സംരക്ഷിക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കർമ്മം ചെയ്തേ തീരൂ. ഇരുന്നുണ്ടാൽ
കുന്നും മുടിയും എന്നല്ലേ ചൊല്ല്. വിധിയിൽ അമിതമായി വിശ്വസിച്ച് കയ്യും മെയ്യും അനക്കാതെ കിട്ടേണ്ടതെല്ലാം കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് മൂഢന്മാരല്ലേ? ശരിയാണ്. പരാജിതരായി കാലാകാലം വനത്തിൽ കഴിയേണ്ടവരല്ല പാണ്ഡവർ. മഹായുദ്ധത്തിന്റെ കാലം ഒട്ടും അകലെയല്ല. നിന്റെ ഒടിത്തലപ്പുകൾ ഇനിയും ഇങ്ങനെ അഴിച്ചപ്പെടേണ്ടി വരില്ല. ദുശാസനന്റെ മാറു പിളർത്തിയ ചുടുചോരയിൽ മുക്കി അങ്ങയുടെ ഈ ബലിഷ്ഠമായ ബാഹുകൾ കൊണ്ട് എന്റെ ഈ മുടിയിഴകൾ തഴുകാൻ ഞാനിനി എത്ര കാലം കാത്തിരിക്കണം? ശൈലനന്ദിനി ശ്രീദളാംഗി ശാരദേന്ദു വദനേ ദേവി പാർവതി ലാസ്യലോലേ വാമദേവ സഹിതേ ദേവി മേ സദാ ത്വൽ കൃപാവരം ദേവദേവേശ്വരി ശരണകമലയുഗ മനുഷ്യമഭയമന തനയ മധുരമരുജവിമൊഴി വിശിഷ്ടമായ സുഗന്ധം ഈ തെന്നലിലൂടെ ഒഴുകി വരുന്നത് അങ്ങ് ശ്രദ്ധിച്ചുവോ? ശരിയാണ്. നമ്മളിലെ പ്രേമത്തെ തഴിയുണർത്തുന്ന ഈ പരിമളം കൊടുംവനത്തിൽ എവിടെ നിന്നായിരിക്കും? ഞെട്ടറ്റ് വീണ വാടിയ പുഷ്പമായി നിന്നിട്ട് പോലും ഇതിന്റെ ഗന്ധം എന്റെ ഉള്ളിൽ അനിർവചനീയമായ ആനന്ദമുളവാക്കുന്നു. അപ്പോൾ ചെടിയിൽ പൂത്തു നിൽക്കുന്ന പുഷ്പത്തിന്റെ പരിമളം എത്രമാത്രം മനോഹരമായിരിക്കും. നാദാ, ഞാനൊരു ആഗ്രഹം പറഞ്ഞാൽ അങ്ങത് സാധിച്ചു തരില്ലേ? ദ്രൗപദിയുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കാറ്റിലൂടെ വന്നടയുന്ന ഈ സുഗന്ധം ആവാഹിച്ചുകൊണ്ട് കാറ്റിനെ പിന്തുടർന്ന് കാടും വീടും കടന്ന് ഞാൻ ഈ പുഷ്പത്തിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി ഒരു പിടി പൂക്കൾ ഞാൻ എന്റെ
തുളസിക്ക് പൂവിലർപ്പിക്കും. പോയി വരാം. വഴിമുടക്കാതെ മാറിക്കിടക്കൂ. പ്രയാണിക്കെത്താൻ ഞാൻ വളരെ അവശനാണ്. വേണമെങ്കിൽ ദയവായി ചാടിക്കടന്നു പോയിക്കൊള്ളൂ. സാധ്യമല്ല. എല്ലാ ദേഹത്തിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് ഒന്നു തന്നെയാണ്. അതിനെ കവച്ചു കടക്കുവാൻ ഞാൻ ഒരുക്കമല്ല. എന്നാൽ എന്റെ വാളെടുത്ത് സ്ഥാനം മാറ്റിവെച്ച് യാത്ര തുടർന്നോളൂ. ഏയ് വാനര, എന്നെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ചന്ദ്രവംശത്തിൽ പിറന്നവനാണ് ഞാൻ, പാണ്ഡുപുത്രൻ ഭീമസേനൻ, ലോകത്തെ ഏറ്റവും വലിയ ബലവാൻ. പക്ഷേ ബലവാനായ ഭീമസേന, യാത്ര തുടങ്ങാതിരിക്കണമെങ്കിൽ എന്റെ വാള് നീക്കി വെക്കാതെ തരമില്ല. ഞാൻ അവശനും വിട്ടനുമായി പോയില്ലേ. അങ്ങൊരു സാധാരണ വാനരല്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. എന്റെ അഹങ്കാരത്തെ നിമിഷ നേരം കൊണ്ട് തച്ചുടച്ചങ്ങ് ആരാണ്? നീ എനിക്ക് അനുജനാണ് ഭീമസേന. നമ്മൾ സഹോദരൻ. ഞാൻ സാക്ഷാൽ ഹനുമാനാണ്. നിന്റെ ഈ യാത്ര സഫലമാകുക തന്നെ ചെയ്യും. ജഗദീശ്വര, ശ്രീ ഹനുമാൻ സ്വാമിയുടെ മുന്നിലാണോ ഞാനിരിക്കുന്നത്? ദയവായി വിശ്വരൂപ ദർശനം നൽകി അനുഗ്രഹിച്ചാലും. സജ്ജനങ്ങൾ കിടങ്ങുന്ന മട്ടിൽ ധർമാനുസൃതമായ രീതിയിൽ അങ്ങ് പ്രവർത്തിക്കണം. നാം ധർമാർത്ഥകാമങ്ങൾ വെടിഞ്ഞ് ഈ തപോവനത്തിൽ വന്ന് കിടന്നിട്ട് എന്ത് നേടാനാണ്? ദുര്യോധനൻ സ്വന്തം ബലവൈഭവം കൊണ്ടല്ല രാജ്യം തട്ടിയെടുത്തത്. കള്ളച്ചൂതിന്റെ സഹായത്തോടെ നമ്മെ ചതിക്കുകയായിരുന്നില്ലേ? ഭീമ, പുരുഷാർത്ഥങ്ങളും അഹങ്കാരവും ശൗര്യവും എല്ലാം ഉണ്ടായാലും മനുഷ്യന് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനാവില്ല. നീ പറഞ്ഞത് ഞാൻ നിരസിക്കുന്നില്ല.
സമയത്ത് അങ്ങ് ധർമ്മപുത്രനല്ലേ? പ്രജാപാലനമാണ് അങ്ങയുടെ സനാതന ധർമ്മം. യുദ്ധത്തിലൂടെ പ്രതികാരം ചെയ്ത് രാജ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ധർമ്മം. അങ്ങ് ഈ ധർമ്മത്തെ ഉപേക്ഷിച്ചാൽ ലോകർ അപഹസിക്കും. പറയൂ, അർജുനനെ പോലെ ഒരു വില്ലാളി ആരുടെയുടെ യഥായുദ്ധത്തിന് എന്നെപ്പോൾ മിടുക്കനായ മറ്റൊരാൾ ഭൂമിയിലുണ്ടോ? സൃഞ്ജയ വംശത്തിലെയും കേകേയ വംശത്തിലെയും രാജാക്കന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും സഹായത്തിലുള്ളപ്പോൾ നമുക്ക് വിജയം നേടാനാവില്ലേ? എന്തായാലും വ്യാസഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ഉപദേശങ്ങൾ ആരായേണ്ടതുണ്ട്. കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഓരോ യുഗത്തിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു. പറിച്ചെറിയാൻ ശ്രമിക്കുന്നവർ ആരായാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. മഹാഭാരതം അത് തെളിയിച്ചതാണ്. ഭീമസഹനം അത് നിറവേറ്റപ്പെടാനുള്ളത് തന്നെയായിരുന്നു.
യജമാനത്തിന് വില കൽപ്പിക്കുന്നവരുടെ കഥ, ഭീമസേനന്റെ കഥ, മഹായോധ ഇവിടെ പൂർണ്ണമാവുന്നു.